2027 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക് പോകുമോ? ഇപ്പോൾ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളിലൊന്നാണിത്. കാരണം 2027 പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അഥവാ SCO ഉച്ചകോടിയിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ അംഗരാജ്യങ്ങളുടെയും നേതാക്കൾക്ക് ഔദ്യോഗിക ക്ഷണം അയക്കും എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ക്ഷണം ലഭിച്ചാൽ ഇന്ത്യ അത് സ്വീകരിക്കുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പാകിസ്ഥാനിൽ എത്തുമോ? അതോ മറ്റൊരു പ്രതിനിധിയെ ഇന്ത്യ അയക്കുമോ? പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. എന്താണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്? പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം അനുസരിച്ച് SCOയുടെ ചട്ടങ്ങളും നയതന്ത്ര പ്രോട്ടോകോളും അനുസരിച്ച് എല്ലാ അംഗരാജ്യങ്ങളെയും ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കേണ്ടത് ആതിഥേയ രാജ്യത്തിന്റെ ഔദ്യോഗിക ഉത്തരവാദിത്തമാണ്. അതിനാൽ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ അംഗരാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർക്കും ഔദ്യോഗിക ക്ഷണക്കത്ത് അയക്കും. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ക്ഷണമുണ്ടായിരിക്കും എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം 2027 ഉച്ചകോടിക്കായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് ഒരുക്കങ്ങളും സമയബന്ധിതമായി പുരോഗമിക്കുകയാണെന്നും പാകിസ്ഥാൻ അറിയിച്ചു. എന്തുകൊണ്ടാണ് ഉച്ചകോടി പാകിസ്ഥാനിൽ നടക്കുന്നത്? SCOയിൽ അധ്യക്ഷ സ്ഥാനം ഓരോ അംഗരാജ്യങ്ങൾക്കിടയിലും മാറി മാറിയാണ് എത്തുന്നത്. ആ ക്രമത്തിന്റെ ഭാഗമായാണ് 2027 അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാർഷിക ഉച്ചകോടിക്ക് ഇസ്ലാമാബാദ് വേദിയാകുന്നത്. SCO എന്നത് എന്താണ്? 2001 ജൂൺ 15 ഷാങ്ഹായ് സഹകരണ സംഘടന രൂപം കൊള്ളുന്നത്. യുറേഷ്യൻ മേഖലയിലെ സുരക്ഷ, ഭീകരവിരുദ്ധ സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാപാരം, ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, പ്രാദേശിക സ്ഥിരത എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക സഹകരണ കൂട്ടായ്മകളിൽ ഒന്നായി SCO വളർന്നു കഴിഞ്ഞു. നിലവിൽ ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കാർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ, ബെലാറസ് എന്നീ രാജ്യങ്ങളാണ് സംഘടനയിലെ പൂർണ്ണ അംഗങ്ങൾ. ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കിനെയും ആഗോള സമ്പദ് വ്യവസ്ഥയിലെ വലിയ വിഹിതത്തെയും പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളാണ് ഈ സംഘടനയിലുള്ളത്. 2025 SCO ഉച്ചകോടി ചൈനയിലെ ടിയാൻജിനിലായിരുന്നു. ഷാങ്ഹായ് ആത്മാവിനെ ഉയർത്തിപ്പിടിക്കുക, SCO മുന്നോട്ട് എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ എന്നിവരടക്കം നിരവധി രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്തു. ഭീകരവിരുദ്ധ സഹകരണം, പ്രാദേശിക സുരക്ഷ, ആഗോള വ്യാപാര വെല്ലുവിളികൾ, വിതരണ ശൃംഖല, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, കണക്ടിവിറ്റി, ഊർജ്ജ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു പ്രധാന ചർച്ചകൾ. ഇന്ത്യ, ചൈന, റഷ്യ എന്നീ 3 പ്രധാന ശക്തികൾ ഒരേ വേദിയിൽ ചർച്ച നടത്തിയതും സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം എങ്ങനെയാണ്? ഇതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഏറെ സങ്കീർണമായ അവസ്ഥയിലാണ്. 2025 ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. അതിനു പിന്നാലെ ഇന്ത്യ നിരവധി നയതന്ത്ര നടപടികൾ സ്വീകരിക്കുകയും പാകിസ്ഥാനുമായുള്ള വിവിധ സഹകരണ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചതായും പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും ഇന്ത്യ പ്രഖ്യാപിച്ചു. ഈ സംഭവങ്ങൾക്ക് ശേഷം അതിർത്തിയിൽ നിരവധി ദിവസങ്ങൾ സംഘർഷാവസ്ഥയും വെടിനിർത്തൽ ലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത്തരം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഔദ്യോഗിക ക്ഷണം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മോദി പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ? ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം. ഇതുവരെ ഇന്ത്യ ഈ വിഷയത്തിൽ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായി പങ്കെടുക്കുമോ? വിദേശകാര്യമന്ത്രിയെയോ മറ്റേതെങ്കിലും ഉന്നത പ്രതിനിധിയെ ഇന്ത്യ അയക്കുമോ? അതോ മറ്റൊരു നയതന്ത്ര തീരുമാനമുണ്ടാകുമോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. അന്തിമ തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ അന്നത്തെ സാഹചര്യം, ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നയതന്ത്ര ചർച്ചകൾ, പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം എന്നിവയെല്ലാം നിർണായക ഘടകങ്ങളായിരിക്കും. പാകിസ്ഥാൻ ഔദ്യോഗിക ക്ഷണം നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ക്ഷണം ലഭിക്കുന്നത് ഒരു കാര്യമാണ്. അത് സ്വീകരിച്ച് പ്രധാനമന്ത്രി നേരിട്ട് ഇസ്ലാമാബാദിൽ എത്തുമോ എന്നത് മറ്റൊരു കാര്യമാണ്. അടുത്ത മാസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങളുമായിരിക്കും 2027 SCO ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുക.
അതുകൊണ്ട് തന്നെ 2027 ഇസ്ലാമാബാദ് SCO ഉച്ചകോടി ഒരു സാധാരണ അന്താരാഷ്ട്ര സമ്മേളനം മാത്രമല്ല, ദക്ഷിണേഷ്യൻ നയതന്ത്രത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള സുപ്രധാന വേദികളിൽ ഒന്നായിരിക്കും.